2012 ദേവസ്വം ബോർഡ് ഉത്തരവ് വന്നത് UDFിൻ്റെ കാലത്താണ്. 2012 പിണറായി സർക്കാരല്ല, UDF സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ വിധി വന്നത്. പക്ഷേ ഇത് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ തന്ത്രിക്ക്, അവിടുത്തെ ഈ നീക്കം ചെയ്യുന്ന വസ്തുക്കൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് കൈമാറിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എത്ര അറിയുന്നത്. പക്ഷേ അവിടെ രസകരമായ കാര്യം, പ്രയാർ ഗോപാലകൃഷ്ണ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലും LDFിൻ്റെ അംഗം ഉണ്ടായിരുന്നു. CPMൻ്റെ MLAമാരുടെ നോമിനി ഒരിക്കൽ മാത്രമേ UDFന് കിട്ടിയിട്ടുള്ളൂ, അന്ന് പുനലൂർ മധു മെമ്പറായിരുന്നപ്പോൾ. ഈ ദേവസ്വം ബോർഡിലും CPMന് അംഗമുണ്ട്. അദ്ദേഹം പറയട്ടെ എന്താണ്, അന്നത്തെ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹം കൂടുതൽ വിശദീകരിക്കട്ടെ. ഇപ്പോൾ പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല. ഇനി അജയ് തറയിൽ UDFിൻ്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDFിൻ്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ അജയ് തറയിലും കൃത്യമായ മറുപടിയില്ല, കാരണം ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് ദേവസ്വത്തിന്റെ സ്വത്തായി സൂക്ഷിക്കണമെന്ന്. ഏതായാലും പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ, അത് ഉരുക്കി വിറ്റിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, തന്ത്രിയെ കൂടുതൽ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പേരിൽ എന്താണ് നടപടിയെന്ന് ഹൈക്കോടതിയാണല്ലോ മേൽനോട്ടം വഹിക്കുന്നത്, ഹൈക്കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ സ്വർണം കട്ടുകിറ്റവന്മാർ രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം ഒന്നുകൂടെ ശക്തമാക്കും, ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഈ KM പറഞ്ഞതുപോലെ തന്നെ അന്ന് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കെതിരെ അജയ് തറയനടക്കം ഇതിന് അന്വേഷണം വേണം. അന്വേഷണം നടത്തട്ടെ, ഇപ്പോൾ എന്തായാലും നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നടത്താതിരിക്കും, നടത്തിക്കോട്ടെ, ഹൈക്കോടതി ഉണ്ടല്ലോ മേൽനോട്ടത്തിന്. പക്ഷെ അതിൽ അന്നത്തെ CPMൻ്റെ ദേവസ്വം ബോർഡ് അംഗം പറയണം എന്താണ്ടായതെന്ന്. അദ്ദേഹം പറയട്ടെ ആദ്യം, അതിനുശേഷം ഞങ്ങൾ മറുപടി പറയാം. അന്വേഷണം ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തടസ്സം ചെയ്യുന്നൊന്നുമില്ല, അന്വേഷണമൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. ഇപ്പോൾ അതിലേക്കാണ് കൊണ്ടുവന്നത് മുഴുവൻ. തന്ത്രിയെ കൂടുതൽ കുരുക്കി മന്ത്രിയെ രക്ഷിക്കുക, ആ ഏർപ്പാട് നടക്കില്ല. സ്വർണം കട്ട കള്ളന്മാർ കട്ടവർ തന്നെയാണ്. അത് തന്നെ, അതന്വേഷിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള CPMൻ്റെ മെമ്പറും കൂടെ പറയണം എന്തടിസ്ഥാനത്തിൽ കൊടുത്തു. ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അജയ് തറയിലും ശരി കോൺഗ്രസ്സുകാരനാണ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ് വിശ്വസിക്കേണ്ട. CPM പറയട്ടെ എന്താണ്. പക്ഷേ സ്വർണം കട്ടുകിറ്റു എന്നുള്ളത്, ഇവരാരും സ്വർണം കട്ടുകിറ്റിട്ടില്ലല്ലോ. ആര്യവാരം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടി, വീട്ടിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, അയാൾ കട്ടുകിറ്റിട്ടൊന്നുമില്ല. അപ്പോൾ അത് അന്വേഷിച്ചാൽ മതി. അതിൻ്റെ പേരിൽ കടകംപള്ളിയെ രക്ഷിക്കാൻ നോക്കണ്ട. ഞങ്ങൾ 21-ാം തീയതി മറ്റേ നിയമസഭാ മാർച്ചുണ്ട്, സമരം കൂടുതൽ ഞങ്ങൾ ശക്തമാക്കും. തന്ത്രിയുടെ പേരിൽ മന്ത്രിയെ രക്ഷിക്കാമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. മന്ത്രി അകത്താവുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ടു. അതിൽ ഇങ്ങനത്തെ ഓരോ ചെപ്പടി വെച്ച് കാണിച്ച് UDFനും പങ്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ജോസ് കെ മാണി പുസ്തകം അടച്ചിരിക്കുകയെന്ന്. ഞങ്ങൾ തുറക്കാൻ ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല, തുറക്കാട്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്തും ഇതൊക്കെ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ അസംബ്ലിയും ജയിച്ചോളാം. വേണ്ടവർ തുറന്നാൽ മതി, ഞങ്ങൾ തുറക്കുന്നൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.